സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിൽ ഭവന സെൻസസ് ആരംഭിച്ചിരിക്കുകയാണ്. പല വീടുകളിലും ഇതിനകം എന്യൂമറേറ്റർമാർ ഭവന സെൻസസ് പൂർത്തീകരിക്കുന്നതിനായി എത്തിയിട്ടുണ്ടാകും. എന്നാൽ ചില വീടുകളിൽ എത്തിയിട്ടുണ്ടാകില്ല. എത്തിയിട്ടില്ലാത്തവർ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അഥവാ ഏതെങ്കിലും കാരണവശാൽ എന്യൂമറേറ്റർ വീട്ടിൽ എത്തിയില്ല എങ്കിൽ എന്തു ചെയ്യണം? പ്രവാസികളുടെ ആശങ്ക ദൂരീകരിക്കാൻ എന്താണ് മാർഗം? അടഞ്ഞുകിടക്കുന്ന വീടുകളിൽ പിന്നീട് താമസക്കാർ എത്തിയാൽ അവർ എന്തു ചെയ്യണം തുടങ്ങി പലവിധ സംശയങ്ങളും ഇപ്പോഴും പലർക്കും ഉള്ളതായി അറിയുന്നുണ്ട്. ഈ ഘട്ടത്തിൽ എന്തു ചെയ്യണം എന്നത് സംബന്ധിച്ച വിശദീകരണത്തിനാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. എന്യൂമറേറ്റർമാർ വീടുകളിൽ എത്തിയില്ല എങ്കിൽ എന്തു ചെയ്യണം എന്ന ചോദ്യത്തിന് നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രസക്തിയില്ല. കാരണം ഓരോ വീടും കയറി എന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്യൂമറേറ്ററുടെ ഉത്തരവാദിത്തമാണ്. അതവർ കൃത്യമായി നിറവേറ്റിയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. അതേസമയം സന്ദർഭവശാൽ എന്യൂമറേറ്റർ വിട്ടുപോയി എങ്കിലും ഈ മാസം അഥവാ ജൂലൈ 31-നകം എത്തിയില്ല എങ്കിൽ ഈ സമയപരിധിയിൽ തന്നെ അതാത് വാർഡിലെ എന്യൂമറേറ്ററെയോ വാർഡ് അംഗത്തെയോ വിവരമറിയിച്ച് എന്യൂമറേഷൻ നടത്തിയിരിക്കണം. ആരും എന്യൂമറേഷനിൽ നിന്ന് വിട്ടുനിൽക്കരുത് എന്ന് സാരം. എന്യൂമറേറ്ററെ നേരിൽ ബന്ധപ്പെടാൻ ഫോൺ നമ്പർ കിട്ടിയില്ല എങ്കിൽ അതാത് വാർഡ് അംഗത്തെ വിവരമറിയിച്ചാൽ മതി. നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറെയോ കൗൺസിലറെയോ അതാരാണ് അവരെ വിളിച്ചാൽ മതി. അവർ എന്യൂമറേറ്ററുടെ നമ്പർ തരും. വാർഡംഗത്തിൻ്റെ കൈവശം എന്തായാലും എന്യൂമറേറ്ററുടെ ഫോൺ നമ്പർ ഉണ്ടാകും. ഒരു എന്യൂമറേറ്റർക്ക് അതാത് എന്യൂമറേറ്റിംഗ് സൂപ്പർവൈസർ ആദ്യം നൽകുന്ന നിർദ്ദേശം ബ്ലോക്കുകളായി തിരിച്ചു നൽകിയിട്ടുള്ള അതിരിനുള്ളിലെ വീടുകൾ കണ്ടെത്തുക എന്നതാണ്. ഒരു വാർഡിനെ 2 ബ്ലോക്കുകളായി തിരിച്ച് 2 ബ്ലോക്കുകൾക്കും ഓരോ എന്യൂമറേറ്റർമാരെയും നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് ഒരു വാർഡിന് 2 എന്യൂമറേറ്റർമാർ ഉണ്ടാകും. ഓരോ എന്യൂമറേറ്ററും തനിക്ക് ലഭിച്ച ബ്ലോക്കിൻ്റെ അതിരുകൾ കണ്ടെത്തി മാപ്പിംഗ് നടത്തി ആ അതിരിനുള്ളിലെ വീടുകൾ മനസ്സിലാക്കി വെക്കുക എന്നതാണ്. ഇതിലെ ഒരു പ്രധാന ന്യൂനത എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ മാപ്പിങ്ങിനായി നൽകിയിരുന്ന ലിസ്റ്റ് ഓരോ ഗൃഹനാഥൻ്റെയും പേരുകൾ ഉള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുടെ പേര് വെച്ച് വീടുകൾ കണ്ടെത്തുക വളരെ എളുപ്പമായിരുന്നു. എന്നാൽ ഇക്കുറി ഗൂഗിൾ മാപ്പാണ് നൽകുന്നത് എന്നതുകൊണ്ട് തന്നെ വീടുകൾ ആരുടെയൊക്കെ എന്നറിയാൻ പണിപ്പെടുന്നുണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ട് മുഴുവൻ അനുഭവിക്കുന്നത് ഈ എന്യൂമറേറ്ററാണ്. മാപ്പിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ ജൂലൈ 31-നകം എല്ലാ വീടുകളിലും എന്യൂമറേറ്റർമാർ എത്തും. ഇവിടെയുള്ള മറ്റൊരു പ്രായോഗിക ബുദ്ധിമുട്ട് ഒരേ വാർഡിൽ 2 എന്യൂമറേറ്റർമാർ ഉള്ളതുകൊണ്ടും അതിരുകൾ കൃത്യമായി നിർണ്ണയിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഒരേ വീട്ടിൽ തന്നെ 2 പേർ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പലയിടത്തും സംഭവിച്ചിട്ടുമുണ്ട്. ഇതൊഴിവാക്കാനുള്ള കർശന നിർദ്ദേശം എന്യൂമറേറ്റർമാർക്ക് നൽകിയിട്ടുണ്ട്. വീടുകളിൽ എത്തുമ്പോൾ വീട് അടഞ്ഞു കിടക്കുകയാണ് എങ്കിൽ എന്ത് ചെയ്യണം? അടഞ്ഞു കിടക്കുന്ന വീട്ടിൽ പിന്നീട് ആളെത്തിയാൽ എന്താണ് ചെയ്യേണ്ടത്? വീട് അടച്ചിട്ട് തൽക്കാലത്തേക്ക് പുറത്തു പോയവർ ഈ ഒരു സംശയത്തെക്കുറിച്ച് ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. എന്യൂമറേറ്റർ വീട്ടിലെത്തുമ്പോൾ വീട്ടിൽ ആളില്ല എങ്കിൽ ഒറ്റത്തവണ സന്ദർശനം മാത്രം നടത്തി മടങ്ങിപ്പോകാൻ അവർക്ക് കഴിയില്ല. പലകുറി വീട്ടിലെത്തി സെൻസസ് നടത്താൻ ഇവർ ശ്രമം നടത്തും. എന്നിട്ടും ആളെ കണ്ടെത്താനായില്ല എങ്കിൽ, അതായത് ആ വീട് അടച്ചിട്ടിരിക്കുകയാണ് എങ്കിൽ വീടിന് സെൻസസ് നമ്പർ നൽകിയ ശേഷം ഒഴിഞ്ഞുകിടക്കുന്ന വീട് എന്ന് രേഖപ്പെടുത്തി മുന്നോട്ടു പോകും. വാടകയ്ക്ക് നൽകിയ വീടുകളാണ് എങ്കിൽ വീട് ഒഴിഞ്ഞുകിടക്കുകയാണ് എങ്കിലും ഭവന സെൻസസിൽ ഉൾപ്പെടുത്തി വീടിന് സെൻസസ് നമ്പർ നൽകും. ഇതിനുശേഷം പുതിയ വാടകക്കാർ സെൻസസ് കാലയളവിൽ തന്നെ വന്നാൽ ഈ സെൻസസിൽ തന്നെ അവരെ ഉൾപ്പെടുത്താം. അതല്ല, ഭവന സെൻസസ് കാലയളവ് കഴിഞ്ഞ ശേഷമാണ് വാടകയ്ക്ക് താമസിക്കാൻ ആ വീട്ടിൽ ആളെത്തുന്നത് എങ്കിൽ അവരെ 2ാം ഘട്ടത്തിൽ ചേർത്താൽ മതി. വീട്ടു നമ്പർ കിട്ടിയിട്ടില്ലാത്ത പുതിയ വീടുകളുടെ വീട്ടു നമ്പർ എങ്ങനെ രേഖപ്പെടുത്തും എന്നതിൽ പുതിയതായി വീട് വെച്ചവർക്ക് ആശങ്കയുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ സെൻസസ് അധികൃതർ പറയുന്ന ഒരു കാര്യം വീട്ടു നമ്പർ എന്നത് പ്രസക്തമല്ല എന്നാണ്. അതായത് സെൻസസിന് എത്തുന്ന സമയം വീടിന് നമ്പർ തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല എങ്കിൽ എന്യൂമറേറ്റർ തൊട്ടു മുൻപ് സന്ദർശിച്ച വീടിൻ്റെ നമ്പരുമായി ബന്ധപ്പെടുത്തി ഒരു താൽക്കാലിക നമ്പർ കൊടുക്കും. ഉദാഹരണത്തിന് തൊട്ടു മുൻപ് സന്ദർശിച്ച വീടിൻ്റെ നമ്പർ 100 ആണെങ്കിൽ നമ്പറില്ലാത്ത വീടിന് താൽക്കാലിക നമ്പരായി 100/1 എന്ന് നൽകും. വീട്ടു നമ്പറിന് വലിയ പ്രസക്തിയില്ല എന്ന് പറയാൻ കാരണം
കോളനി പോലെ ഒരു സ്ഥലത്ത് ഒന്നിലധികം വീടുകളുണ്ടാകും. അവയ്ക്കൊന്നും നമ്പരുണ്ടാകില്ല. ഈ സാഹചര്യത്തിൽ ഇവയ്ക്കും താൽക്കാലിക നമ്പർ കൊടുത്തു പോകുകയാണ് ചെയ്യുക. കോളനി പോലുള്ള സ്ഥലമാണ് എങ്കിൽ CN ചേർത്താണ് താൽക്കാലിക നമ്പർ എന്യൂമറേറ്റർമാർ അനുവദിക്കുക. പ്രവാസികൾ എന്തു ചെയ്യണം എന്നത് ഇപ്പോഴും ഒരു വലിയ മരീചിക തന്നെയാണ്. നിലവിൽ പ്രവാസികളെ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് പ്രത്യേക ഒരു മാർഗനിർദ്ദേശങ്ങളും നൽകിയിട്ടില്ല. 2 മാസത്തിൽ കൂടുതൽ നാട്ടിൽ സ്ഥിരതാമസം ഇല്ലാത്തവരെയാണ് പ്രവാസികളായി കണക്കുകൂട്ടുന്നത്. ഇവരെ സെൻസസിൽ ഉൾപ്പെടുത്തേണ്ട എന്നാണ് ഇപ്പോൾ നൽകപ്പെട്ടിട്ടുള്ള നിർദ്ദേശം. എങ്കിലും ഇപ്പോൾ നടക്കുന്ന ഭവന സെൻസസിന്റെ 1ാം ഘട്ടത്തിൽ പ്രവാസികളുടെ കാര്യം പ്രത്യേകമായി ചോദിക്കുന്നില്ല. ഭവന സെൻസസിന്റെ കാലയളവിൽ അംഗസംഖ്യ ചോദിക്കുന്നത് വീട്ടിൽ ആകെ താമസിക്കുന്നവരുടെ മൊത്തം എണ്ണം മാത്രമാണ്. അതിൽ പ്രവാസിയുണ്ടോ, വിവാഹം ചെയ്തു പോയവരുണ്ടോ, പുറത്ത് പഠിക്കുന്നവരുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ പ്രത്യേകമായി ചോദിക്കുന്നില്ല. എന്നാൽ അടുത്ത ഫെബ്രുവരിയിൽ നടക്കുന്ന 2ാം ഘട്ട ജനസംഖ്യാ സെൻസസിൽ ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിവ്. 2ാം ഘട്ടത്തിൽ കേരളത്തിന് പുറത്ത് താമസിച്ച് പഠിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യുന്നവരെയും ഉൾപ്പെടുത്തില്ല. പക്ഷേ ഇവർ കേരളത്തിന് പുറത്ത് ഏത് സംസ്ഥാനത്താണോ അവിടെ സെൻസസിൽ ഉൾപ്പെടും. കേരളത്തിലെ സെൻസസിൽ മാത്രമാണ് ഇവരുടെ വിവരം ചേർക്കേണ്ടതില്ലാത്തത്. എന്നാൽ പ്രവാസികളായ ആളുകൾക്ക് പ്രവാസ ലോകത്തെ പൗരത്വമോ വോട്ടോ ഇല്ലെന്നിരിക്കെ അവർ ഇരട്ടിപ്പിൽ ഉൾപ്പെടില്ല എന്നുറപ്പാണ്. എന്നിട്ടും എന്തുകൊണ്ട് അവരെ ഒഴിവാക്കുന്നു എന്നതിന് സർക്കാർ കൃത്യമായ ഒരു വിശദീകരണം ഇതുവരെ നൽകിയിട്ടില്ല. സെൽഫ് എന്യൂമറേഷൻ ചെയ്യേണ്ടതിനെക്കുറിച്ച് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തതാണ്. അത് എന്യൂമറേറ്റർമാരുടെ ജോലി എളുപ്പമാക്കാൻ വേണ്ടിയായിരുന്നു. സെൽഫ് എന്യൂമറേഷൻ ചെയ്ത് പൂർത്തിയാക്കിയ വീടുകളിൽ ഭവന സെൻസസ് പൂർത്തിയാക്കാൻ എന്യൂമറേറ്റർമാർക്ക് നിമിഷങ്ങൾ മാത്രമാണ് ചിലവാകുന്നത്. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ലഭിച്ച ID എന്യൂമറേറ്റർക്ക് നൽകിയാൽ എന്യൂമറേറ്റർ അത് ആപ്പിൽ എൻ്റർ ചെയ്ത് വിവരങ്ങൾ പരിശോധിക്കും. ഒരു അവസാനവട്ട വേരിഫിക്കേഷൻ നടത്തി എല്ലാം കൃത്യമാണ് എന്ന് കണ്ടാൽ വീട്ടു നമ്പരും ക്രമനമ്പരും വരി നമ്പരും പൂരിപ്പിച്ച് ചേർത്ത് വീടിനുമേൽ സെൻസസ് നമ്പർ കൂടി എഴുതി വെച്ച് അവർ പോകും. എന്നാൽ ഇതിൽ എന്തെങ്കിലും തിരുത്തൽ വരുത്താനുണ്ട് എങ്കിൽ മാത്രം അതിനായി സമയം ചിലവാക്കും. അതേസമയം സെൽഫ് എന്യൂമറേഷൻ ചെയ്തിട്ടില്ലാത്തവരാണ് എങ്കിൽ 34 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകണം. പക്ഷേ ഇപ്പോൾ ഈ ചോദ്യങ്ങളടങ്ങിയ ചോദ്യാവലി ഇമേജ് രൂപത്തിലാക്കി വാട്സാപ്പ് വഴി സംഘടനകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇത് എന്യൂമറേറ്റർമാരുടെ വരവിനെ കാത്തിരിക്കുന്നവർക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ എളുപ്പമാണ്. ഇതും ജോലി എളുപ്പമുള്ളതാക്കും. സെൽഫ് എന്യൂമറേഷൻ തീയതി കഴിഞ്ഞുപോയി, വെബ്സൈറ്റ് ക്ലോസ് ആയതിനാൽ ഇനി എന്യൂമറേറ്റർ വരുന്നതുവരെ കാത്തിരിക്കുകയാണ് ചെയ്യാനുള്ളത്. അതായത് സെൽഫ് എന്യൂമറേഷൻ ഇനി ചെയ്യാൻ പറ്റില്ല എന്ന്. അതായത് ജൂൺ 30 വരെ മാത്രമാണ് സെൽഫ് എന്യൂമറേഷന് കാലാവധി ഉണ്ടായിരുന്നുള്ളൂ. സെൽഫ് എന്യൂമറേഷൻ ചെയ്തപ്പോൾ നൽകിയ വിവരങ്ങളിൽ തെറ്റായ വിവരം നൽകിയിട്ടുണ്ട് എന്ന് തോന്നിയാൽ എന്യൂമറേറ്റർ വരുമ്പോൾ അദ്ദേഹത്തെ അറിയിച്ച് തിരുത്തൽ വരുത്താം. എന്യൂമറേറ്റർ വേരിഫിക്കേഷൻ പൂർത്തിയാക്കി മടങ്ങിയ ശേഷമാണ് തെറ്റായ വിവരം നൽകിയെന്ന് ബോധ്യം വരുന്നത് എങ്കിൽ എന്യൂമറേറ്ററുമായി ബന്ധപ്പെട്ട് വിവരം അറിയിച്ചാൽ സൂപ്പർവൈസർക്ക് തിരുത്താൻ സാധിക്കും. സെൽഫ് എന്യൂമറേഷൻ നിങ്ങൾ നേരത്തെ ചെയ്തപ്പോൾ ഒരു ID നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത മൊബൈൽ ഫോണിലേക്കോ ഇമെയിലിലേക്കോ വന്നിരിക്കും. ഏതെങ്കിലും കാരണവശാൽ ഈ നമ്പർ മറന്നുപോയാൽ വീട്ടിലെത്തുന്ന എന്യൂമറേറ്ററെ ആ വിവരം അറിയിച്ച് രണ്ടാമത് വീണ്ടും എന്യൂമറേഷൻ ചെയ്യേണ്ടതാണ്. 2 ഘട്ടമായിട്ടാണ് രാജ്യത്ത് സെൻസസ് നടക്കുന്നത്. 1. ഹൗസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൗസിംഗ് സെൻസസ്. ഓരോ വീട്ടിലെയും അടിസ്ഥാന സാഹചര്യങ്ങൾ, ആസ്തികൾ, സൗകര്യങ്ങൾ എന്നിവയുടെ കണക്കെടുപ്പ് മാത്രമാണ് ഭവന സെൻസസിൽ നടക്കുന്നത്. ഉദാഹരണത്തിന് വീട്ടിലുള്ള വാഹനങ്ങൾ, കമ്പ്യൂട്ടർ അടക്കമുള്ള സൗകര്യങ്ങൾ, പാചകത്തിന് ഉപയോഗിക്കുന്ന ഇന്ധനം, ശുചിമുറികൾ, കുടിവെള്ളമടക്കമുള്ള വിവരങ്ങളാണ് തേടുക. ഈ 1ാം ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 2ാം ഘട്ടമാണ് പോപ്പുലേഷൻ എന്യൂമറേഷൻ. ഇത് 2027 ഫെബ്രുവരിയിൽ നടക്കുന്നതാണ്. യഥാർത്ഥ ജനസംഖ്യാ കണക്കെടുപ്പ് 2ാം ഘട്ടത്തിലാണ് നടക്കുന്നത്. പേര്, പ്രായം, ജെൻഡർ, മാരിറ്റൽ സ്റ്റാറ്റസ്, മതം, വിദ്യാഭ്യാസം, ഭാഷ, ഭിന്നശേഷി, കുടിയേറ്റം, തൊഴിൽ തുടങ്ങിയവ ഈ ഘട്ടത്തിലാണ്. ജാതി വിവരങ്ങളും ഈ ഘട്ടത്തിലാണ് തേടുന്നത്. വിശദമായ ചോദ്യാവലി പിന്നീട് വിജ്ഞാപനം ചെയ്യുമെന്നാണ് അറിവ്. ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും.
ഇന്ത്യയുടെ സെൻസസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഡിജിറ്റൽ സെൻസസ് നടക്കുന്നു എന്ന സവിശേഷത കൂടിയുണ്ട് ഈ കുറി. സെൽഫ് എന്യൂമറേഷനും വീടുകളിലെത്തി നേരിട്ട് എന്യൂമറേറ്റർമാർ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതും ഡിജിറ്റലായിട്ടായിരിക്കും. ഇതിനായി മൊബൈൽ ആപ്പും പോർട്ടലും മുതൽ വിവരശേഖരണ പ്രക്രിയയുടെ തത്സമയ നിരീക്ഷണത്തിനായി വെബ്സൈറ്റ് അടക്കം സമഗ്രമായ ഡിജിറ്റൽ മുന്നൊരുക്കങ്ങളാണ് സെൻസസ് ദൗത്യത്തിന് സജ്ജമാക്കിയത്. ഡിജിറ്റൽ വിവരങ്ങൾ ചോരാതിരിക്കാൻ വാട്സാപ്പിലെ സന്ദേശവിനിമയ മാതൃകയിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് രീതിയിലാണ് പോർട്ടലും ആപ്പുമെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. വിവരങ്ങൾ ശേഖരിക്കുന്നതു മുതൽ സെർവറിൽ എത്തുന്നതുവരെ എൻക്രിപ്റ്റ് ചെയ്യപ്പെടും. മലയാളമടക്കം 16 ഭാഷകളിലാണ് പോർട്ടൽ ലഭ്യമാകുക. എന്യൂമറേറ്റർമാർ മൊബൈൽ ആപ്പിലായിരിക്കും വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഈ ആപ്പിൽ ഓഫ്ലൈനായി വിവരശേഖരണത്തിനുള്ള സംവിധാനവുമുണ്ട്. ഇൻ്റർനെറ്റ് ഇല്ലാത്ത ഉൾപ്രദേശങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഇൻ്റർനെറ്റ് ലഭ്യമാകുന്ന മുറയ്ക്ക് ഇവ ഓട്ടോമാറ്റിക്കായി അപ്ലോഡ് ചെയ്യപ്പെടും. ശേഖരിക്കുന്ന വിവരങ്ങൾ അപ്ലോഡ് ചെയ്താലുടൻ ഫോണിൽ നിന്ന് മാഞ്ഞു പോകുകയും കേന്ദ്ര സെർവറുകളിൽ സുരക്ഷിതമായി ഇത് സൂക്ഷിക്കപ്പെടുകയും ചെയ്യും. ഒരു വിവരവും ഒരു തരത്തിലും നഷ്ടമാകാതിരിക്കാൻ ഒന്നിലധികം വേരിഫിക്കേഷൻ കടമ്പകളും പൂർത്തിയാക്കണം. അത്രമേൽ സുരക്ഷിതമായിട്ടാണ് വിവരങ്ങൾ സൂക്ഷിക്കപ്പെടുന്നത് എന്നർത്ഥം.